ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിടിലിനായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വെബ്സൈറ്റ് അതും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ വിഡ്രോവൽ ചെയ്യണം എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല ഞാൻ ഷെയർ ചെയ്തിരുന്ന എല്ലാ വീഡിയോസും ഫ്രീ ആയിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല. പിന്നെ ഫ്രീ അല്ലാത്തതും ക്യാഷ് ചോദിക്കുന്നതായിട്ടുള്ള വെബ്സൈറ്റ് ആണെങ്കിലും ആപ്ലിക്കേഷൻ ആണെങ്കിലും അതൊക്കെ സ്പാം ആയിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് നമുക്ക് ഒരുപാട് ട്രാൻസ്ക്രിപ്ഷൻ ജോബിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ്. സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ മൈ ട്രാൻസ്ക്രിപ്ഷൻ പ്ലേസ് എന്നാണ്. നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ഈ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മതി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ എത്താവുന്നതാണ്. ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ട്രാൻസ്ലേഷൻ ജോബുകളായിട്ടുള്ളതെന്ന്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്, ഓഡിയോ ട്രാൻസ്ലേഷൻ ഉണ്ട്, അല്ലാതെ ബെസ്റ്റ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ട്രാൻസ്ക്രിപ്ഷൻ ജോബുകൾ അവൈലബിൾ ആണ്. അപ്പം ട്രാൻസ്ലേഷൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഒരു ഓഡിയോ തരും, എന്നിട്ട് അത് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇംഗ്ലീഷിൽ ഉള്ള ഒരു ഓഡിയോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഓഡിയോ കേട്ടിട്ട് നമ്മളത് മറ്റൊരു ലാംഗ്വേജിലേക്ക് മാറ്റി കൊടുക്കണം. അതിനാണ് നമ്മൾ ട്രാൻസ്ലേഷൻ ജോബ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് നമ്മളിവിടെ ഈ സൈറ്റിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ആ ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഹൗ ടു ഓർഡർ, നമുക്ക് എങ്ങനെ ഓർഡർ കൊടുക്കാം അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ബാക്കി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് സബ്ജക്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കാൻ പറ്റും. അപ്പം ഇവിടുത്തെ 3 ലൈൻ കിടക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ലാംഗ്വേജ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇവിടെ കണ്ടോ, സെർച്ച് ഫോർ 63 ലാംഗ്വേജ് വി ക്യാൻ ട്രാൻസ്ലേറ്റ് ആണ് ട്രാൻസ്ക്രൈബ്. നമുക്കാണെങ്കിൽ 63 ലാംഗ്വേജിൽ നമുക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കുക ഏതൊക്കെ ലാംഗ്വേജ് ഉണ്ട്. ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ ജർമ്മൻ ഉണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളമുണ്ട്. അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തെ പ്രൈസിങ്, നമ്മുടെ എല്ലാവരുടെയും മെയിനായിട്ടുള്ളൊരു കാര്യമാണ് പ്രൈസിങ് എന്നുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് എത്ര രൂപ കിട്ടും, നമ്മൾ വർക്ക് ചെയ്യുന്നതിന് എത്ര രൂപ കിട്ടും എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിരുന്നു ചൈനീസ്. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് കൊടുക്കുക. അപ്പം കണ്ടോ, നമ്മൾ ചൈനീസ് ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും, $1114 കിട്ടും. കണ്ടോ, അത് നമുക്ക് പറയുന്ന സമയത്തിനുള്ളിൽ പറയുന്ന ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ആക്കിയാലേ നമുക്കത് കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പിന്നെ കുറേ പേരുടെ എക്സ്പീരിയൻസ് ഒക്കെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിൽ വർക്ക് ചെയ്തവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. 4.6 റിവ്യൂസൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി ഒരു സൈറ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ബാക്കിലേക്ക് പോവുക. അപ്പം ഇവിടെ രജിസ്റ്റർ ആസ് എ ഫ്രീ ലാൻസർ ടുഡേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് നെയിം കൊടുക്കാം, ലാസ്റ്റ് നെയിം കൊടുക്കാം, മെയിൽ ID, ഫോൺ നമ്പർ. പിന്നെ നമുക്കിത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാനുള്ള ഒരു ഇത് മാത്രമാണ്. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അവരൊരു ഇമെയിൽ ലോഗിൻ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ തരും. അത് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് കൃത്യസമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർ പറയുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൃത്യസമയത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയും നല്ല ക്വാളിറ്റിയൊക്കെ നമ്മുടെ വർക്കിനുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി റേറ്റിംഗ് കൂടും. റേറ്റിംഗ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ സാലറി കൂട്ടാനും പറ്റും. അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, വർക്കുകൾ ഏറ്റെടുക്കുന്ന വർക്കുകൾ കൃത്യമായി കംപ്ലീറ്റ് ആക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ സമയം അനുസരിച്ച് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.